മോനെ നമ്മുടെ ലേലം വിളി കണ്ട വണ്ടി കിടക്കണ്ട ലേലം വിളിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ലേലം വിളി കണ്ടോ? നമ്പർ 10 വണ്ടി കച്ചവട ഏരിയയാണ് നമ്മളുള്ളത്. ഇന്ന് വണ്ടി കച്ചവടത്തിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസുമായി ഞങ്ങൾ എത്തുന്നു ഞങ്ങളുടെ ചാനലിലൂടെ. ഒരു വണ്ടി കച്ചവട മഹാമഹം ഇവിടെ ഖത്തറിൽ. വണ്ടി കച്ചവടം നിങ്ങൾ കണ്ടിട്ടില്ല, ഇതാണ് വണ്ടി കച്ചവടത്തിൻ്റെ ഏരിയ. 10 നമ്പർ സ്ട്രീറ്റിൽ അവിടെ എന്തോ ഒരു വണ്ടികളെ നിർത്തിയിട്ടാണെന്നൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കാനുള്ള ആൾക്കാരും വിൽക്കാനുള്ള ആൾക്കാരൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വണ്ടി കച്ചവടം, വണ്ടി വിൽപ്പന, ആദായ വിൽപ്പന, വിറ്റ് തീർക്കുന്നു, കാലിയാക്കുന്നു. 500 2000 വണ്ടി കിട്ടുമെന്ന് പറഞ്ഞത്. 1500 വണ്ടി കളിച്ചാണ് നിൽക്കുന്നത്. 2500 വിറ്റ് 5000 ലാഭം കിട്ടി. അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം 800 രൂപയ്ക്ക് ഫോർഡ് വണ്ടി വിറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നിൽക്കുന്നത്. ഏത് വണ്ടി ഏത് വിലയ്ക്ക് വിൽക്കും, വാങ്ങും. പാകിസ്ഥാനികളും പഞ്ചാബികളും അമേരിക്കക്കാർ മുതൽ ഇന്ത്യക്കാർ വരെ തിരഞ്ഞെടുത്ത് നിൽക്കുന്നു. ആ വണ്ടി വിൽപ്പന, ആദായ വിൽപ്പന. അവിടെ വണ്ടിക്കാർ കച്ചവടം. ഏത് വണ്ടി വേണം? കിയ വണ്ടി. ഏതാ വണ്ടി? ലാൻസർ വണ്ടി. ഏതാ മോഡൽ വണ്ടി? ഏത് വണ്ടി ഇവിടെ കൊണ്ടു വിൽക്കാം. ഇന്ന വണ്ടിന്നില്ല, എന്നാ വണ്ടി വേണം. ടാറ്റയുടെ കൊറോള, യാരിസ്, സണ്ണി എന്ന് വേണ്ട. ഖത്തറുള്ളവർ ഒക്കെ അറിയാവുന്നതായിരിക്കും, പക്ഷേ ഖത്തറില്ലാത്തവർക്ക് അറിയില്ലല്ലോ ഇവിടെ വണ്ടി വിൽപ്പന നടക്കുന്ന കാര്യം. ഏതൊക്കെ വേണം, ഏത് വണ്ടികൾ വിൽക്കാവുന്ന വണ്ടിയുടെ കച്ചവട ഏരിയയാണിത്. ആദായ വിൽപ്പന, വിറ്റ് തീർക്കുന്ന നല്ല വണ്ടിയല്ല ടിഡ. ഏതൊക്കെ വണ്ടി വേണം ഇവിടെ? വണ്ടികൾ വിൽക്കാനായി ആർക്കും വരാം, എപ്പോഴും വരാം, എങ്ങനെ വരാം. വണ്ടികളുടെ ഹോണ്ടയുടെ വണ്ടി, നിസാൻ എന്ന് വേണ്ട സകല വണ്ടികളും. ഇതേതാ വണ്ടി? ഹോണ്ട. ഇതൊക്കെയാണ് ഇവിടെ ഖത്തറിലെ മാർക്കറ്റ്, വിൽപ്പന മാർക്കറ്റ്. ഇതാണ് വിൽപ്പന മാർക്കറ്റ്. ഇവിടെയാണ് മോനെ നമ്മുടെ ലേലം വിളി കണ്ട വണ്ടി കിടക്കണ്ട ലേലം വിളിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ലേലം വിളി കണ്ടോ? ഇതാണ് ഇവിടുത്തെ ലേലം വിളി. 10 നമ്പറിൽ വണ്ടി കൊണ്ട് നമുക്ക് ലേലം ചെയ്ത് വിൽക്കാം. എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട്. ലേലം ചെയ്യാം, പിടിക്കുക, വിൽക്കുക. സകല വണ്ടികളുണ്ട്. ലേലം ചെയ്യുക, വിൽക്കുക. ഇപ്പം എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ അവിടെ പുറത്ത് മേടിക്കണൊക്കെ നല്ല വണ്ടി എൻ്റെ അകത്തുനിന്ന് കിട്ടും ലേലം വിളിച്ചു കഴിഞ്ഞാൽ. കംപ്ലൈൻറ്റ് ഉള്ള എവിടെ കയറ്റുള്ളൂ? അങ്ങനത്തെ വണ്ടി ഇവിടെ കയറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് അറിയാൻ പറ്റൂലേ? ചോദിച്ചു നോക്കിയാൽ 5 രൂപ കിട്ടും. ഇനി നമസ്കാരത്തിന് ശേഷമാണ് ലേലം വിളി. എല്ലാവരും ലേലം വിളിക്കാരൊക്കെ നമസ്കരിക്കാനായിട്ട് പോയി. വണ്ടി ലേലം വിളി. ഏത് വണ്ടി ലേലം വിളിക്കാം? ലേലം വിളിച്ചെടുക്കുന്നവരും ആദ്യം തന്നെ ഇവിടെ ശ്രദ്ധിക്കുന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചില വണ്ടികൾ കംപ്ലൈൻറ്റുള്ള കാര്യങ്ങളുള്ള വണ്ടികളൊക്കെയാണ് ഇപ്പോൾ ഇസ്മായിലൊക്കെ പറഞ്ഞത്. ഇസ്മായിലിനെ പറഞ്ഞ ഇവിടെ കുറേ കംപ്ലൈൻറ്റുള്ള വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് നോക്കാണ്ട് വണ്ടി എടുക്കരുത്. വണ്ടി അതിനനുസരിച്ച് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റണമെന്ന് വെച്ചാൽ ഇതിന് കംപ്ലൈൻറ്റുള്ള വണ്ടികളായിരിക്കും ഇവിടെ ലേലത്തിന് കുറച്ച് പൈസയ്ക്കല്ലേ വിൽക്കുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇവിടെ ലേലം വിളിക്കുന്ന സ്ഥലത്ത് നമ്മളും കയറും പങ്കെടുത്തു. പക്ഷേ നമുക്കത് കിട്ടിയില്ല. 1000-നും 2000-നും തുടങ്ങിയിട്ട് പിന്നെ 3000 3500 ഒക്കെ. അപ്പോൾ നമ്മൾ വിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ലേലത്തിലൊക്കെ പങ്കെടുത്തു. പക്ഷേ അത് കാര്യം ഉണ്ടായില്ല. പറ്റിയ വണ്ടി കിട്ടാത്തതുകൊണ്ട് നമ്മൾ വിട്ട് കളഞ്ഞു. നമ്മളിങ്ങനെ വന്ന് ചുമ്മാ ജസ്റ്റ് നോക്കിയിട്ട് വണ്ടി എടുക്കാൻ പറ്റി. നല്ല വണ്ടി നോക്കിയിട്ട് ഗിയർ ബോക്സൊക്കെ നല്ല നോക്കിയിട്ട് എടുക്കാൻ പറ്റി. നമ്മൾ വലിച്ച് നോക്കി. പക്ഷെ നമുക്ക് പറ്റിയ വണ്ടി കിട്ടാത്തതുകൊണ്ട് നമ്മൾ വിട്ട് കളഞ്ഞു. ഇതാണ് ഇവിടുത്തെ ലേലം വിളി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണെന്നുള്ളവിടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.